ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ചെറിയ രീതിയിലൊന്ന് സെലിബ്രേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ട്യൂസ്ഡേ ആണ്, ശരിക്കും ഡിസംബർ 17-നാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. പക്ഷേ ഈ വ്ളോഗ് എടുത്തത് സൺഡേ ആണ് കേട്ടോ. ഞങ്ങൾ സൺഡേ ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഏട്ടന് ലീവും കാര്യങ്ങളൊക്കെ സൺഡേ ആയതുകൊണ്ട് അപ്പോൾ എടപ്പാൾ പോവാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അപ്പോഴാണ് പറഞ്ഞത്, കാറിനാണ് എന്നോട് പറഞ്ഞത് നമുക്ക് ഡ്രസ്സ് എടുക്കാൻ കയറാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യൽ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. സത്യം പറഞ്ഞാൽ അവിടെ വിൻ്റർ വെയറിലായിരുന്നു കൂടുതലും കളക്ഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ഇതിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. ഞാൻ ജസ്റ്റ് കുറേ ടോപ്പൊക്കെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓരോന്നൊക്കെ സെലക്ട് ചെയ്തിട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ട്രയൽ ചെയ്തതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. എനിക്കെന്തോ അത്ര കംഫർട്ടബിളായിട്ട് തോന്നിയില്ല. പക്ഷേ ഈ ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. അതിന് ബോട്ടവും വരുന്നുണ്ട്. പക്ഷെ ഇത് ഭയങ്കര സീത്രൂ ആയതുകൊണ്ട് പിന്നെ അത് എടുത്തില്ല. അവിടെ നിന്ന് വേറെ ഡ്രസ്സസ്സാണ് കേട്ടോ എടുത്തത്. അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പിന്നെ പ്ലാനറ്റ് കഫേയിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് ജസ്റ്റ് ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ കീനാണെന്നുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ ആപ്പിൾ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവനെ മാനേജ് ചെയ്യുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ഇപ്പോൾ അവന് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എന്തെങ്കിലുമാണ് കൊണ്ടുപോകാറ്. ആപ്പിൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ എത്തി ആദ്യം തന്നെ കേക്ക് സെലക്ട് ചെയ്ത് ലോട്ടസ് ബിസ്കോഫിൻ്റെ ചീസ് കേക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വായിലൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ. അപ്പോൾ കീനു എപ്പോഴും സൈഡിലിരുന്നിട്ട് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പിന്നെ കേക്ക് കട്ട് ചെയ്യുമ്പോൾ കീനുവിനെ ഒരു സൈഡിൽ ഇരുത്തിയെന്ന് ഈ വീഡിയോ കാണുമ്പോൾ തോന്നും. അവനെ വിളിച്ചിട്ട് അവൻ വരുന്നില്ലായിരുന്നു കേട്ടോ. അവൻ ഒതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നില്ല. സൂപ്പർ പിന്നെ ബേബി. പിന്നെ കേക്കൊക്കെ കൂടുതലും ഞാൻ തന്നെ കേട്ടോ കഴിച്ചത്. ഏട്ടൻ അത്ര ഷുഗർ പേഴ്സണൊന്നുമല്ല, ഷുഗർ അത്ര എൻ്റെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ തന്നെയാണ് കേക്കൊക്കെ ഫിനിഷ് ചെയ്തത്. ഹിനുവിന് ഇടയിൽ കുറച്ചിങ്ങനെ കൊടുത്തു. ചീസിൻ്റെ ആയിരുന്നല്ലോ, അപ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല തോന്നുന്നു. അവൻ കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ സ്റ്റാർട്ടർ മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. മെയിനായിട്ടൊന്നും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു ഐസ്ഡ് കോഫിയായിരുന്നു. ഈ ഐസ്ഡ് കോഫി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിൽക്ക് ഒഴിക്കും തോറാണ് കേട്ടോ ഇതിന് മധുരം വരുന്നത്. ആദ്യം ആ ഫുൾ ഗ്ലാസ് ഞാൻ ഒഴിച്ചു. പക്ഷെ അപ്പോഴും ചെറിയൊരു കയ്പ്പ് ടേസ്റ്റ് വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് കുടിച്ച് പിന്നെ മൊത്തത്തിൽ ഒഴിക്കുമ്പോഴായിരുന്നു മധുരം ഒരു നല്ല ടേസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എനിക്കിഷ്ടമായി. പിന്നെ നല്ല തണവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും കീനൂര് പിന്നെ വാശി എന്ന് പറഞ്ഞാൽ അവൻ അവിടെയൊക്കെ ഇങ്ങനെ ഓടി നടക്കണം. ആ ഒരു സോഫയിൽ കയറി ഇരുന്നിട്ട് എന്തൊക്കെയോ കാണിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത്ര ക്രൗഡഡൊന്നും അല്ലാത്തത് കൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവന് ആദ്യം തന്നെ ആപ്പിൾ കൊടുത്തതാണ് പണിയായത് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന ടൈമിൽ കൊടുത്താൽ മതിയായിരുന്നു എന്ന് എനിക്ക് പിന്നെ തോന്നിപ്പോയി. എന്നിട്ട് നമ്മളവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് പുറത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്ത് ഒരു സീറ്റിംഗ് ഒരു ഏരിയ ഉണ്ട് ചെറുതായിട്ട്. അപ്പോൾ അവിടെ കീനുവിനെ ഇരുത്തിയിട്ട് ഫോട്ടോ എടുത്തു. ഞങ്ങൾ രണ്ടുപേരും എല്ലാവരും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ കീനുവിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരുത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് എഴുന്നേൽക്കാനേ കൂട്ടാക്കുന്നില്ല. എത്ര എടുത്തിട്ടും പിന്നെ വരുന്നില്ല. അവൻ അവിടെ തന്നെ ഇരിക്കണം. പിന്നെ ആ ഒരു പുല്ലിലൊക്കെ നടക്കാനൊക്കെ ആയിട്ടാണ് തോന്നുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ വാശി പിടിച്ചു. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എടുത്തോട്ട് പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.